friends, welcome to a new episode of Flywheel. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം ലാൻഡ് റോവറിന്റെ റേഞ്ച് റോവർ എന്ന ബ്രാൻഡാണ് ലക്ഷറി വേർഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ലാൻഡ് റോവർ എന്ന ബ്രാൻഡിൽ ഒരു ലക്ഷറി വേരിയന്റ് ആയിട്ട് വന്നത് ഡിസ്കവറിയാണ്. ഡിഫൻഡർ എന്ന് പറഞ്ഞ മോഡലാണ് ലാൻഡ് റോവറിന്റെ ഒരു ഐക്കൺ ആയിട്ട് നിൽക്കുന്നത്. പക്ഷേ ഡിസ്കവറി എന്ന മോഡൽ റേഞ്ച് റോവറിന്റെയും ലാൻഡ് റോവർ ഡിഫൻഡറിന്റെ ഒരു ഗ്യാപ്പ് തീർക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കൊണ്ടുവന്ന ഒരു മോഡലാണ്. 89ലാണ് സീരീസ് 1 എന്നുള്ള രീതിയിൽ ഒരു ലാൻഡ് റോവർ ഡിസ്കവറി ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വേരിയന്റ് ഡിസ്കവറി 4 ആണ്, അതായത് 4th ജനറേഷൻ ആണ്. പക്ഷേ 3rd ജനറേഷനും കാര്യമായ ഒരു മാറ്റമൊന്നുമില്ല, അത് ചെറിയ ചെറിയ ഗാർണിഷിംഗ് ചേഞ്ചസ് വരുത്തി. ബട്ട് ടെക്നിക്കലി മോർ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഡിസ്കവറി 4. ഇത് വന്നിരിക്കുന്നത് 2009ലാണ്, പക്ഷെ മാർക്കറ്റിൽ എത്തിയ 2010ലാണ്. ഇപ്പൊ ഇന്ത്യയിൽ ഇന്നിപ്പോൾ നമുക്കറിയാൻ പറ്റും ടാറ്റയുടെ അണ്ടറിലാണ് ജാഗോറും ലാൻഡ് റോവറും. അപ്പൊ ലാൻഡ് റോവർ ഇന്ത്യയിൽ മാർക്കറ്റിംഗ് തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു വേരിയന്റ് ആണ് ഡിസ്കവറി 4. സോ ലെറ്റ്സ് സീ ഹൗ ഡിസ്കവറി ഈസ് ഡിഫറെന്റ് ഫ്രം റേഞ്ച് റോവർ ആൻഡ് ബ്രിഡ്ജ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഡിഫൻഡർ ആൻഡ് ദ റേഞ്ച് റോവർ. ഞാൻ നേരത്തെ പറഞ്ഞു ഡിസ്കവറി 3 നിന്ന് കാര്യമായ ചേഞ്ച് ഒന്നുമില്ല, അതാണ് ഡിസ്കവറി 4 വന്നിട്ടുള്ളത്. പക്ഷേ ഒരു ചേഞ്ചസ്, ഈ ഒരു ഗാർണിഷിംഗ് ചേഞ്ചസ് വരുത്തിയിരിക്കുന്ന ഒന്ന് ഫ്രണ്ടിലാണ്. റേഞ്ച് റോവർ സ്പോർട്ടിനായിട്ട് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഒരു മെഷ് ഗ്രില്ല് കൊണ്ടുവന്നുണ്ട്. ഹെഡ്ലൈറ്റും കുറെ കൂടി ഒരു റേഞ്ച് റോവറിനായിട്ട് സിമിലർ ആയിട്ടാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന LED സ്ട്രിപ്സും LED ലേ ഔട്ടെല്ലാം കുറെ മാറ്റം വന്നിട്ടുള്ളത്. മറ്റ് റേഞ്ച് റോവറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാൻഡ് റോവറിന്റെ ഏറ്റവും വലിയ ഡിഫറൻസ് കുറെ കൂടി ഒരു അഗ്രസീവ് ഫീൽ ഫ്രണ്ടിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതിന്റെ പുറമെ കുറെ കൂടി ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹുഡാണ്. സാധാരണ റേഞ്ച് റോവറിന്റെ സൈഡിൽ ഒരു ചെറിയൊരു ഹമ്പ് കാണാം, അത് ഇതിൽ വരുന്നില്ല. പിന്നെ ഒരു ചേഞ്ച് വരുന്ന ഈ വീൽ ആച്ചസിലാണ്. കുറച്ചുകൂടിയും പുറത്തേക്ക് ബൾജായി നിൽക്കുന്ന വീൽ ആച്ചസ് ആണ് ലാൻഡ് റോവർ ഡിസ്കവറിയിൽ കൊടുത്തിട്ടുള്ളത്. സോ ദിസ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ഇൻ ദ ഫ്രണ്ട്. ഈ സൈഡ് പ്രൊഫൈലിനാണ് റേഞ്ച് റോവർ ആയിട്ട് കാര്യമായ ഡിഫറൻസ് വന്നിട്ടില്ല. അതിന്റെ ഒരു ലേ ഔട്ട് എല്ലാം തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ കണ്ട ഫ്രണ്ട് ഫ്രണ്ടിലുള്ള വീൽ ആർച്ചസിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലാത്ത രീതിയിലാണ് ബാക്കിയുള്ള പോർഷൻ ഉള്ളത്. കാരണം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു ഭാഗം എൻറ്റയർലി ന്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്കവറിയിലെല്ലാം തന്നെയുള്ള ഒരു ഐഡന്റിറ്റിയാണ് ആ ഒരു ഡി പില്ലറിന്റെ ഒരു പോർഷൻ വരുന്നത്. അത് ഞാൻ പറയാം. അതിന്റെ മുന്നേ വരുന്ന ഈ ഒരു പോർഷന് റേഞ്ച് റോവറിൽ കണ്ട പോലെ തന്നെ കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു എ പില്ലറാണ്. ബട്ട് ടോപ്പിൽ വരുമ്പോൾ അതായത് റൂഫ് ലൈൻ വന്ന് കുറച്ചുകൂടി പ്ലെയിൻ ആയിട്ടാണ്, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു റൂഫ് ലൈനാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് 2 ഗ്ലാസും സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഫ്രണ്ട് 2 ഡോസിന്റെ ഗ്ലാസ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നത്. വേറെ ബോഡിയിൽ വേറെ ക്യാരക്ടർ ലൈൻസ് ഒന്നുമില്ല. പക്ഷെ താഴെ ഒരു ബോർഡർ രീതിയിലുള്ള ഒരു സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട്, അത് ഒരു ഫൈബർ കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വീൽ ആർച്ചസ് ബാക്കിലും വരുന്നുണ്ട്. ഫ്രണ്ടിലെ ബോണ്ടും തുടങ്ങിയ ഒരു ലൈൻ അവിടെ ഒരു ഇൻഡിക്കേറ്ററിലോട് ഡിസ്കണ്ടിന്യൂ ചെയ്യും. പിന്നെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ഈ റിയർ ഡോറിന്റെ ഹാൻഡിൽ മുതൽ ആ ഒരു ലൈന് കണ്ടിന്യൂ ചെയ്തിട്ടില്ല. എന്നാൽ ഏറ്റവും വലിയ ഡിഫറൻസ് വരുന്ന ഈ ഒരു പോർഷനിലാണ്, അതായത് സി പില്ലറിന്റെ ഡി പില്ലറിന്റെ ഇടയ്ക്കുള്ള ഒരു പോർഷൻ. നേരത്തെ ഉണ്ടായിരുന്ന ഡിസ്കവറിയിലെല്ലാം തന്നെ വന്നത് ഇവിടെ ഒരു ബെൻഡ് ഗ്ലാസ് ആയിട്ടുള്ള ഒരു ഫോമിലാണ്. അത് നേരത്തെ ഉണ്ടായിരുന്ന റൂഫിൽ തന്നെ 2 ഹമ്പായിട്ട് ഒരു 2 ലെവലിലാണ് നിൽക്കുന്നത്. എന്നാൽ ഇതിൽ വന്നിരിക്കുന്ന ഒരു ലെവലിന് ചെറിയൊരു റേസ് വന്നിട്ട് പിന്നെ ഒരു ബെൻഡായിട്ട് നിൽക്കുന്ന ഒരു ഗ്ലാസ് ആണ്. ഈ ഒരു പോർഷൻ ഹൈറ്റ് കൂട്ടാൻ കാരണം ലാൻഡ് റോവർ വേരിയന്റിൽ ഓൺലി 1 7 സീറ്റർ ആണ്, അതായത് ലക്ഷറി വേരിയന്റിൽ ഓൺലി 1 7 സീറ്റർ ആണ് ഡിസ്കവറി. അപ്പൊ ഈ ഒരു 3rd റോ സീറ്റിലുള്ള ഒരു സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റേസ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് ഇന്റീരിയറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ബട്ട് ഈ ഒരു പുറമേ ഉള്ള ലുക്കിൽ എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ലാൻഡ് റോവറിന്റെ ഒരു ഡിസ്കവറിയുടെ ലുക്കാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. റേഞ്ച് റോവർ ഓക്കെ, റേഞ്ച് റോവർ വോഗ് എന്ന് പറഞ്ഞ വേരിയന്റിന് കുറച്ചുകൂടി ഒരു പ്രസൻസ് ഉണ്ട്. പക്ഷെ സ്പോർട്ടിനെക്കാളേറെ എനിക്ക് ഇഷ്ടമുള്ള ഒരു മോഡൽ ഡിസ്കവറിയാണ്, പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ഡിസൈൻ ലേഔട്ട്. അതിന്റെ മെയിൻ അട്രാക്ഷൻ ഈ ഒരു ഗ്ലാസ് ആണ്. റേഞ്ച് റോവറിനായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള റിയർ പോർഷനാണ് ഡിസ്കവറിക്ക് ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ മോഡലും അങ്ങനെ തന്നെ വന്നത്. കാരണം റേഞ്ച് റോവറിൽ നമ്മളെല്ലാം കണ്ട കുറേ ഒരു സ്ലാൻഡ് ആയിട്ടുള്ള ഒരു റിയർ പോർഷനാണ്. അതായത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ അല്ല. അതിനൊരു റീസൺ ഒരു 3rd റോ സീറ്റ് ഉള്ളതാണ്. പിന്നെ ഈ ഡിസൈനിന് കോംപ്ലിമെന്റ് ചെയ്യാനും കൂടിയാണ് ഈ രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അത് നേരത്തെ ഉണ്ടാകുന്ന ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ടെയിൽ ലൈറ്റ് ഉള്ളത്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഡിസ്കവറി 2 ഈ ഒരു ഡി പില്ലറിലായിരുന്നു ടെയിൽ ലൈറ്റ് വന്നിരുന്നത്. പക്ഷെ പിന്നീട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് പഴയ പോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നു. എന്നാൽ ഇതിൽ വേറെ ഡിഫറൻസ് ഉള്ള റേഞ്ച് റോവറിലെല്ലാം കണ്ട രീതിയിലുള്ള ഡബിൾ രീതിയിൽ ഓപ്പൺ ചെയ്യുന്ന ബൂട്ട് ലിഡാണ്. അത് ഒന്ന് മേലേക്കും ഒന്ന് താഴേക്കും തുറക്കാവുന്ന രീതിയിലല്ല.
അതും തന്നെ നമ്മൾ സീറ്റെല്ലാം ഫോൾഡ് ചെയ്തേക്കാവുന്ന നല്ലൊരു ബൂട്ട് സ്പേസ് ലഭിക്കും. പിന്നെ നേരത്തെ റിയറിലൊരു സ്പെയർ വീലിലൊരു ഓപ്ഷൻ വന്നിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്ന സമയത്തായിരുന്നു ഈ ഒരു ഗ്ലാസ് കട്ടിങ് വന്നിരുന്നത്. പക്ഷെ അതിപ്പം വരുന്നില്ല, സ്പെയർ വീല് താഴേക്കാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പല റിയർ ഡോർലെസ് സ്പെയർ വീല് കൊടുക്കുമ്പോഴുള്ള റാറ്റ്ലിംഗ് സൗണ്ട് എല്ലാം ഇതിൽ ഒഴിവായി കിട്ടും. സോ ഓൾടുഗദർ ഡിസ്കവറിയുടെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ആൻ എൻറ്റയർലി ഡിഫറെന്റ് ഡിസൈൻ. സാധാരണ വേറൊരു വെഹിക്കിളിലും കാണാത്ത രീതിയിലുള്ള ഡിസൈനാണ് ഡിസ്കവറിൽ വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ലുക്ക് വെരി ഗുഡ്. ആൻഡ് ഫോർ മീ ഐ ലവ് ദിസ് ഡിസൈൻ. കാരണം അതൊരു മാൻലി ഫീൽ ഉള്ള ഒരു ഡിസൈനാണ്. ശരിക്കും ശരിയായ ഒരു റഗഡ് വെഹിക്കിൾ, അതായത് ലാൻഡ് റോവർ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീല് ഒരു റഗഡ് വെഹിക്കിളിന്റെ ഫീലാണ്. ആ ഒരു ഫീല് ഏറ്റവും അധികം ലഭിക്കുന്ന മോഡൽ ഡിഫൻഡർ കഴിഞ്ഞാൽ ലഭിക്കുന്ന ലക്ഷറി മോഡൽ ഡിസ്കവറിയാണ്. സോ ഐ റിയലി ലൈക്ക് ദിസ് ഡിസൈൻ. For an off-road vehicle, tire is very essential. മുമ്പ് നമ്മൾ റേഞ്ച് റോവറിന്റെയും GL-ന്റെ എല്ലാം ടെസ്റ്റ് ഡ്രൈവിൽ കണ്ടിട്ടുണ്ട് ടയറിന്റെ ഒരു എത്രത്തോളം പാർട്ട് എടുക്കുന്നു ഓഫ് റോഡ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു സെമി ഓഫ് റോഡ് ടയറാണ് ഇപ്പം നമ്മളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിളിലുള്ളത്. അതിൽ ഓപ്ഷനായിട്ട് നമുക്ക് കൂടുതൽ ഓൾട്ടറേൻ ടയറെല്ലാം ഉപയോഗിക്കാൻ പറ്റും. കാരണം ഡിസ്കവറി ഈസ് വൺ ഓഫ് ദ വെഹിക്കിൾ വിച്ച് ഈസ് ടേക്കൺ ഫോർ ഓൾ ദ ലാൻഡ് റോവർ എക്സ്പെഡിഷൻ. അപ്പോൾ ആ ഘട്ടത്തിലെല്ലാം ഓഫ് റോഡ് പാക്കേജിലുള്ള ടയർസ് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ട് 19 ഇഞ്ച് അലോയ് ആണ്. ഇതിൽ വന്നൊരു 7 സ്പോക്ക് ഒരു നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസൈനുള്ള ഒരു അലോയാണ് വന്നിട്ടുള്ളത്. So altogether the wheel design also complement with this boxy design of this vehicle. ആ ഒരു തരത്തിലുള്ള ഡിസൈൻ ആണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ചന്ദ്രൻ കോൺട്രാക്ട് എത്തി.